വെള്ളാപ്പള്ളി നടേശൻ ആകെ കലിപൂണ്ടിരിക്കുകയാണ്. അതാദ്യം മലപ്പുറത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങളായിട്ടൊക്കെ ആണ് വന്നിരുന്നെങ്കിലും എല്ലാവരും അങ്ങനെ എടുത്തത്. പക്ഷേ ഈഴവ സംരക്ഷണത്തിന് വേണ്ടി, ഈഴവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സന്ധിയുമില്ലാതെ പോരാടാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, എങ്ങനെ യുദ്ധം ചെയ്യും, ആരെയും ആക്രമിക്കും. അതിൽ വെള്ളാപ്പള്ളിക്ക് ഒരു മടിയുമില്ല. ഈഴവർ ഇനി വോട്ടുകുത്തി യന്ത്രങ്ങളല്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പക്ഷേ ഇത് ശരിക്കും ചെന്ന് തറയ്ക്കുന്നത്, ഈ അമ്പ് ശരിക്കും ചെന്ന് തറയ്ക്കുന്നത് CPM-ൻ്റെ നെഞ്ചത്തല്ലേ? ഇന്നലെ പറഞ്ഞ CPM-ൻ്റെ നെഞ്ചത്ത് ഇറച്ചിട്ടുണ്ടോ? വേറെ കാര്യമുണ്ട്, നമ്മൾ പറയുമ്പോഴെപ്പോഴും പറയണം. ഇത്രയും നാൾ ഈ സമുദായം ഉണ്ടായിരുന്നില്ല. ഈ സമുദായത്തിന് ഏതാണ്ട് 27% ആൾക്കാരുള്ള കേരളത്തിലെ ഏറ്റവും മുന്തിയ സമുദായം. ആ സമുദായത്തിനെ പറ്റി ജനം ചർച്ച ചെയ്യാനും തെരുവിൽ ആ സമുദായം ഇറങ്ങി നിന്നാൽ, അല്ലെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്, അല്ലെങ്കിൽ അത് പരിഗണിച്ചേ മതിയാവുമെന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിച്ചത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ. പലരും പലതും പറയും, വെള്ളാപ്പള്ളി കള്ളു കച്ചവടക്കാരനാ, ബാറ് കണ്ടമാനമുണ്ട്, ബിസിനസ്സിനകത്തുണ്ട്, അല്ലെ സമുദായത്തിനകത്തുനിന്ന് ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട്, അല്ലെ മൈക്രോ ഫൈനാൻസിനകത്ത് അയാൾ കള്ളമുത്തരം കാണിച്ചിട്ടുണ്ട്. എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും വെള്ളാപ്പള്ളി ഇറങ്ങി അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്നതിന് ശേഷം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് SNDP-കാരന് ഇവിടെ ഉണ്ടെന്നും അവൻ്റെ കാര്യങ്ങളും കൂടെ പരിഗണിച്ച് അല്ലെങ്കിൽ കേട്ട്, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ അതിനകത്ത് ഒരാലോചന ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയക്കാർ പോലും ചർച്ച ചെയ്ത് തുടങ്ങി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? കാരണം ഇത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത് വെച്ചിരുന്നതും ഈ SNDP വോട്ട് ചെയ്തുകൊണ്ടിരുന്നതും SNDP-കാർ ഒരു ഭൂരിപക്ഷം ആയിരുന്നതും CPM-ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ നല്ലതുപോലെ മൂടിക്കെട്ടാൻ അറിയാവുന്ന ഒരു പാർട്ടി, മനസ്സിലായില്ലേ? കാരണം SNDP എന്നല്ല, എല്ലാത്തിൻ്റെയും മൂടിക്കെട്ടി അവരുടെ അടിമത്തത്തിൽ കൊണ്ടുവന്ന് അവർ പറയുന്ന തിട്ടൂരത്തിനനുസരിച്ച് പോകുന്ന ഒരു സംവിധാനമാണല്ലോ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സംവിധാനം. അത് ഏറ്റവും കൂടുതൽ ഇവരായതുകൊണ്ട് ഈ പറയുന്നവരെ, ഈ വെള്ളാപ്പള്ളി പറയുന്ന പോലെ ചവിട്ടിക്കൂട്ടിയിരുന്നു. അവർ വോട്ട് ചെയ്യും, ആൾക്കാർ ജയിക്കും. അവരുടെ വോട്ട് കൊണ്ട് കാര്യങ്ങൾ നടത്തും. അവരുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനകത്തൊരു മാറ്റം വന്നു. ഇപ്പോൾ എല്ലാവരും വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണെന്ന് സ്റ്റേജിൽ കയറി ബാലഗോപാൽ പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ പല മന്ത്രിമാരും പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇരിക്കുന്ന സ്റ്റേജിൽ ഇദ്ദേഹത്തിന് 88 വയസ്സ് കഴിഞ്ഞ് 89 വയസ്സാകുന്നു. ഈ രീതിയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാർ കേരളത്തിൽ ഉണ്ടാകണം. അങ്ങനത്തെ സമുദായ നേതാക്കന്മാരാണ് നമ്മുടെ അഭിപ്രായം. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ ആരെയും ഭയക്കാതെ അഭിപ്രായം പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെന്താ? ഇപ്പോഴും നട്ടലുള്ള ഒരു കാര്യം പറയാൻ വെള്ളാപ്പള്ളി തന്നെ വേണമല്ലോ. NSS-ൻ്റെ ജനറൽ സെക്രട്ടറി, മറ്റ് പല സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാരും ഉണ്ടല്ലോ. എന്താ മലപ്പുറത്ത് മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന തിട്ടൂര് അവിടെ നടക്കുന്നേ? അതിന് മലപ്പുറത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ കേരളം മൊത്തം പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അവരുടെ സമുദായത്തെ ഉപയോഗിക്കുന്നു. അതുപോലെ മറ്റുള്ളവനാകണം, അല്ലെങ്കിൽ ചോദിച്ച് മേടിക്കണം. എൻ്റെ സമുദായത്തിൻ്റെ കുഴപ്പം ഞാൻ പറയുമെന്ന് പറയാൻ നട്ടുള്ള ഒരു നേതാവ് ഇയാളെ ഉള്ളൂ. ഇപ്പോൾ വലിയ ചർച്ചയാണല്ലോ. അങ്ങനെ വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ മതേതരത്വം നശിക്കുന്നു, അങ്ങനെ വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ മറ്റു നശിക്കുന്നു, മറിച്ച് നശിക്കുന്നു ഒക്കെ പറയാൻ കാര്യം അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ? എന്ന് ശരിയല്ലേ? എന്താ അവന് ഞാനവരെ കുറ്റം പറയുകയൊന്നുമല്ല. ഞാനവരെ കുറ്റം, അവരുടെ കഴിവ് അത്. അവർക്ക് അവരുടെ സമുദായത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക്, മുസ്ലിം ലീഗ് എന്നാണല്ലോ പാർട്ടിയുടെ പേര്, മതേതര ജനാധിപത്യ സംവിധാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പണി എന്തോ? അവരുടെ കാര്യം പറയുക, അവരുടെ കാര്യം സാധിച്ചെടുക്കുക. എന്നിട്ട് അവർ ഈ പറയുന്ന അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ അൻവറിൻ്റെ അവിടെ ആരാ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, അവിടെ ആർക്കാ വോട്ട് കൂടും നിങ്ങൾക്കറിയോ? ഹിന്ദുവിനാ വോട്ട് കൂടുതൽ. ഹിന്ദു പക്ഷേ അവിടെ ആരെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കും? മുസ്ലിം തീരുമാനിക്കുന്ന കാര്യം എന്താ? അവന് പറയും ഇന്നയാളിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കും. കാരണം ആ ഒന്നിച്ച് നിൽപ്പിനകത്ത് അവർക്ക് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. ഇപ്പുറത്തെ എവിടെ ബാക്കി ഈ 42, ഞാൻ വെള്ളാപ്പള്ളി പറയുന്ന പോലെ പറയാം, 45% വരുന്ന ഹിന്ദു എന്ന് പറയുന്ന അതിനകത്ത് അങ്ങനായ ഒരു മതേതരത്വം അങ്ങ് നഷ്ടപ്പെട്ടു. ഹിന്ദുവിനും അതേ ഈ പറയുന്നത് പോലെ അവൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു മതേതരത്വം സ്വഭാവവും അത്തരത്തിലൊരു കാര്യങ്ങളും ഉരുത്തിരിച്ച് വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുക. മതേതരത്വം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് പറയണമെന്നറിയോ? ഹിന്ദുവിനെ തള്ളിപ്പറയണം, ബാക്കിയുള്ള ഈ പറയുന്ന പ്രധാനപ്പെട്ട സമുദായമായിട്ടുള്ള മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനെയും ഒക്കെ
അവർ ചെയ്യുന്നതൊക്കെ ശരി, അവർ പറയുന്നതൊക്കെ ശരി, അവർ കാണിക്കുന്നത് ശരി, അവർ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്നത് ശരി, അല്ലെ മറ്റു പല കാര്യങ്ങളും ശരി, ഇതെല്ലാം ശരി. ഇത് ചൂണ്ടിക്കാണിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു ആളോ ആയിക്കഴിഞ്ഞാൽ അവൻ മതേതര ജനാധിപത്യ സംവിധാനത്തിന് തടയിടുന്ന ഇന്ത്യയുടെ നാളെക്കാലത്തെ മുന്നോട്ടുള്ള പോക്കിന് ഇതുവരെ പോയിരിക്കുന്നത്. ഇതുവരെയുള്ള പോക്ക് ഇപ്പോൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുവരെ എങ്ങനെയായത് പൊക്കോണ്ടിരുന്നെന്നുള്ള കാര്യം ഇപ്പോൾ വേറെ ചില ആൾക്കാർ വന്ന് ഉള്ളിലോട്ട് കയറി പരിശോധിച്ചപ്പോഴേ അറിയാവുന്നേ. 2047 ഈ പരിശോധന കൃത്യമായിട്ട് നടന്നില്ലായിരുന്നെങ്കിൽ ഈ മതേതര ജനാധിപത്യ സംവിധാനമൊക്കെ എങ്ങനെ ഇരുന്നേനെ? ഈ PFIക്കാരൻ്റെ നിങ്ങളൊക്കെ വായിച്ചു കാണുമല്ലോ. അതെ, അവൻ്റെ പോക്കും ആ കാര്യങ്ങളും ഇത് ഒളിച്ചേക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ വടിവാളും പിടിച്ച് 100 കൊല്ലത്തിനപ്പുറം മലപ്പുറത്ത് ഉള്ള പോലെ ഇറങ്ങി, ഇന്ത്യ മൊത്തം ഇറങ്ങി. അതിനകത്ത് അതിനുവേണ്ടി പേരൊന്നും വേണ്ട. 140 കോടി ജനത്തിനെ കൈകാര്യം ചെയ്യാൻ 4-5 കോടി ജനം മതി. അതിനപ്പുറം അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെളിച്ചത്തുകൊണ്ട് നേരാ. അത് ഈ മതേതരത്വം ഇങ്ങനെ മറച്ചു പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമായിരുന്നു ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്ന മതേതരത്വം. കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എവിടെ പോകുമായിരുന്നു? അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിൻ്റെ പുറകോട്ടുള്ള ഒരു ഭീകരതയെ കാണിക്കാൻ വേണ്ടി. ഇതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞേക്കുന്നതിനകത്ത് പുറകിൽ നിന്ന് ഈ പറയുന്നത് എല്ലാവരും പറഞ്ഞ CPMൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ CPMൻ്റെ ഭാഗമായിട്ടല്ല പറഞ്ഞേക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞേക്കുന്നത് ഞങ്ങളെ വോട്ട് തൊഴിലാളികളാണ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞങ്ങളാണ് കൂടുതൽ. എന്താ കൂടുതലുണ്ടാകുന്നത്? നായന്മാരും അല്ലെങ്കിൽ മറ്റു ആൾക്കാരും ഇല്ല. അവൻ സമ്പന്നനാണ്, ഇവന് തൊഴിലുറപ്പിന് നടത്തി വെക്കത്തുള്ളൂ. ഇവൻ ചെത്തുകാരനാണ്, ഇവനെ ഇപ്പോഴും ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവൻ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്തിട്ട് അവന് വേണ്ട ഗുണങ്ങൾ കിട്ടുന്നില്ലല്ലോ, അവന് വേണ്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ലല്ലോ. അതിനകത്ത് വേണ്ട ഇത് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരു SNDPക്കാരൻ മുഖ്യമന്ത്രിയാണെന്നേ ഉള്ളൂ, ബാക്കി മൊത്തം നായന്മാരല്ലേ മന്ത്രിമാർ. ഈ പറച്ചിലിനകത്തൊക്കെ ഒത്തിരി ഒളിച്ചു കിടത്തുണ്ട്. അവർ ഈ കോൺഗ്രസിനെ പറ്റി പറയുന്നു, കോൺഗ്രസ് വലിയ ന്യായം പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഇപ്പോൾ ഒരു MLA SNDPക്കുള്ളത് ആരാ? ബാബു പ്രകാശ് MP ഉണ്ട്. വേറെ ആരും മത്സരിക്കില്ല. പിന്നെ മാത്രമല്ല ഇവരിത്ര ന്യായം പറയുന്നു. ഈ പറയുന്ന വയലാർ രവിയെ മാറ്റി നിർത്തിയില്ലേ? ഷാർ ശങ്കർ എന്ന് പറയുന്നതിനപ്പുറം ആര് പേർക്ക് SNDPക്കകത്ത് കോൺഗ്രസ് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ? വലിയ ന്യായം പറയുന്നതിന് ഒന്നും കൊടുത്തിട്ടില്ല. ഈ നമ്മൾ എത്ര പറയുമ്പോഴും വയലാർ രവിയെ മാറ്റി നിർത്തിയിട്ട് അപ്പുറം കാണത്തക്കോണം ഒരു നേതാവൊന്നും അല്ലായിരുന്നു ആന്റണി. ഇപ്പോൾ ഇല്ല, അയാൾക്ക് എന്ത് കൊടുത്തു? അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണ്ടനല്ലേ? ഏതർത്ഥത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ടേ? സംഘാടകനല്ലേ? എല്ലാവരും ഇതിലും വലിയ മിടുക്കനായിരുന്നു, എളുപ്പവും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് വെള്ളാപ്പള്ളിയെ പറയുന്നതിനകത്ത് നമ്മളെന്തിനാ അയാളോട് അയാൾ വർഗീയവാദിയാന്ന് പറയുന്നത്? അയാളുടെ ജോലി എന്താ? SNDP എന്ന് പറയുന്ന സമുദായത്തെ ഉദ്ധരിക്കുക. ഇവിടെ ഒരു പാർട്ടി ഒരു സമുദായത്തെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ഇന്ത്യ വിഭജനത്തിൻ്റെ പാർട്ടി, ഇന്ത്യ വിഭജനത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ പാർട്ടി. എന്താ പറയാത്തത്? ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ കാരണക്കാരനായ പാർട്ടിയാണ്, ജിന്നയുടെ പാർട്ടിയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ മാത്രമോ. ഇന്നലെ പറഞ്ഞിട്ട് KC വേണുഗോപാൽ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഏറ്റവും വലിയ ഇരട്ട മതേതരത്വം, എൻ്റെ വാക്കെനിക്കറിയത്തില്ല, അത്രയും വലിയ മതേതരത്വമുള്ള പാർട്ടിയാണെന്ന് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഒന്നുമല്ല. എനിക്ക് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ബഹുമാനമൊക്കെ ഉണ്ടാകും, അവർ ആൾക്കാരുടെ ഇടപെടാനും അല്ലെങ്കിൽ മറ്റു കാര്യത്തിനും. പക്ഷേ അവരുടെ കാര്യം കഴിഞ്ഞുള്ള ഇടപെടിയിലേ ഉള്ളൂ. മുനീറായാലും കുഞ്ഞാലിക്കുട്ടിയായാലും ഈ പറയുന്ന തങ്ങളുമായാലും ഒക്കെ അവർ മനുഷ്യത്വമില്ലാത്തവരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, മാന്യന്മാരല്ലെന്നുള്ളത്. പക്ഷെ അവർക്ക് ഉള്ള മതേതരത്വം എന്ന് പറഞ്ഞാൽ അവരുടെ സമുദായത്തിനെ കാര്യങ്ങൾ ചോദിച്ച് മേടിച്ചും അതിനെ ഉദ്ധരിച്ചും അതിനെ മുഖ്യധാരയിൽ നിർത്തിയും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമാക്കിയും ഒക്കെയുള്ള ഒരു മതേതരത്വം മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവന് കിട്ടാത്തതും അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കുന്നു ഇതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേ മുന്നോട്ട് പോകാൻ നോക്കൂ. ഇവിടെ ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും ഒരേ നീതിയും ഒരേ ന്യായവും ഒരേ സംവിധാനവും ഒക്കെയാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വേറെ ചില ആൾക്കാർക്ക് കിട്ടുന്നു, അത് പറഞ്ഞേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു മതേതരവാദിയാണെന്ന് ആൾക്കാർ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു വെള്ളാപ്പള്ളി നടേശനെയാണ് നമുക്ക്. പക്ഷേ ഈ എല്ലാവരും പറയുന്നത് പോലെ ഇതുവരെ പറഞ്ഞതുപോലെയല്ല. ഇന്നലെ പുറകിൽ നിന്ന് ഒരു കുത്ത്, അത് കുത്തും വെള്ളാപ്പള്ളി പറയും. അതാണ് വെള്ളാപ്പള്ളിയുടെ കുഴപ്പം. വെള്ളാപ്പള്ളി ഇപ്പം 89 വയസ്സുണ്ട്. അദ്ദേഹം പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. അതിനകത്ത് യാതൊരു കാര്യവുമില്ല. സുഹൃത്തെന്നോ മറ്റോ ഒന്നുമില്ല. സമുദായത്തിന് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും പറയേണ്ട കാര്യങ്ങൾ എത്ര തോളയിൽ കൈയിട്ട് നിന്നാലും ആ തോളയിൽ കൈയിട്ട് നിന്നുകൊണ്ട് വെള്ളാപ്പള്ളിക്കും സമുദായത്തിനും പണി കൊടുക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് പറഞ്ഞു തന്നെ പോകുന്ന ഒരു വെള്ളാപ്പള്ളിയാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് വെള്ളാപ്പള്ളിയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പറയുന്നത് പോലെ ഈഴവ സമുദായത്തിന് കേരളത്തിൽ വെള്ളാപ്പള്ളി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് ഈഴവ സമുദായത്തിന് വേണ്ടിയാണ്. ഈഴവ സമുദായം അതിനകത്ത് ആലോചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ചത് വെള്ളാപ്പള്ളി തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താനും അല്ലെങ്കിൽ അത് നിഷേധിക്കാനും നമുക്ക് കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.